and welcome to Cutie the Beauty Soap Presents Comedy Masters powered by Amrithaveni Lice Kit co-powered by Rajakumari Group. നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കാനാണെങ്കിൽ ഞാൻ ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകല്ലോ കേട്ടോ. ഇവരൊക്കെ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, പ്രേക്ഷകരെ പറഞ്ഞു തരാം. കുറച്ചു പേരുടെയൊക്കെ മുഖങ്ങൾ നമുക്ക് സുപരിചിതമായിരിക്കാം, എങ്കിലും നമ്മുടെ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെ കഴിവുള്ള ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അങ്ങനത്തെ കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഈ ഫ്ലോറിൽ വരുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ആണോ അല്ലയോ? കലോത്സവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ വരും. ഈ കലോത്സവത്തിൽ പങ്കെടുത്ത ചുണക്കുട്ടികളാണ് നമ്മളോടൊപ്പം ഇന്ന് കോമഡി മാസ്റ്റേഴ്സിൽ. ഇത് മാത്രമല്ല, ഹായ് വൈഷ്ണവി, ഹായ് മാധവ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മാധവിനെ ഓർമ്മയുണ്ടോ? മാധവനെ ഫസ്റ്റ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായില്ല, കാരണം ഇവര് പെട്ടെന്ന് വളരുമല്ലോ. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ട് ഒരു 6-7 മാസമായി കാണും. എവിടെയാണ് കണ്ടത്? നമ്മുടെ ഈ ഫ്ലോറിൽ സ്കിറ്റ് ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് അവൻ ഹൈറ്റ് ഒക്കെ വെച്ച് വേറൊരാളായിരിക്കുന്നു. അതെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മാധവനെ കാണാൻ സാധിച്ചതിൽ. പെർഫോമൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണണം. ആദ്യം നമുക്ക് ഈ കൂട്ടുകാരുടെ പെർഫോമൻസിലേക്ക് കടക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും. വൈഷ്ണവിനെ നിങ്ങൾക്ക് കണ്ടു പരിചയം ഉണ്ടാവുമല്ലോ. വൈഷ്ണവി വൈറലായിരുന്നു. ജൂനിയർ നവ്യ നമ്മുടെ കാലഘട്ടത്തിലെ നവ്യതരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ അതാ പോരാടിയത് എന്തിനാണെന്നുള്ളത് നമുക്കറിയാം. അതൊരു വിഷമമുള്ള കാര്യമാണെങ്കിലും ഇവിടെ അതൊക്കെ വിടാം. ഫുൾ ഫൺ. നമുക്ക് വൈഷ്ണവിയുടെ പെർഫോമൻസും കാണണം. ഇനി എന്റെ ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. മീറ്റ് ദ വൺ ആൻഡ് ഓൺലി മീതിക. എന്നാ പേര്, നല്ല വെറൈറ്റി പേര്. മീതിക എവിടുന്ന് വരുന്നു? ഞാൻ എറണാകുളം. ചെറായി അടുത്ത് തന്നെയാണ്. ഓക്കെ മീതിക, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വീണ്ടും നമുക്ക് മിമിക്രി ആണ് കാണാൻ സാധിക്കുക. ആൻഡ് ഇഷാൻ, പേര് ഇഷാൻ. എവിടുന്നാ വരുന്നത് ഇഷാൻ? എറണാകുളം നോർത്ത് കോർ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എറണാകുളംകാരാണ്. മുഹമ്മദ് നയീം, ഐറ്റം ഏതാണ് മുഹമ്മദിന്റെ? രണ്ടും ഉണ്ട്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കിടിലായിട്ട്. ഏത് ഗ്രേഡാണ് കിട്ടിയത്? എ ഗ്രേഡ് ആണ് കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ്. എവിടെ സ്ഥലം എവിടെയാ? പാലക്കാടാണ്. അപ്പൊ പല ജില്ലകളിലെ മത്സരം നമ്മളത് ഇപ്പം ഇവിടെ ലൈവായിട്ട് ഇവരുടെ പെർഫോമൻസ് കാണാൻ പോവുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. അതായത് കലോത്സവം, ആ ഒരു കാലഘട്ടം, നിങ്ങൾ ചെയ്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. എല്ലാരും പോയിട്ടുണ്ടല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ ചേച്ചി ഇല്ലാത്തത്. ഞാൻ ഇനോഗ്രേഷൻ വരെ പോയി കലോത്സവത്തിന്. ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 62ാമത് സ്റ്റേറ്റ് കലോത്സവത്തിൽ മോണാക്ടിനും മിമിക്രിക്കും ജഡ്ജായിരുന്നു ഞാൻ. ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് സാർ മോണോ ആക്ട് കാണണോ മിമിക്രി കാണണോ? സാർ പറയും. മിമിക്രി തുടങ്ങാം. അല്ല, എന്റെ കോമഡി എന്താണെന്ന് അറിയാമോ? ഞാൻ മിമിക്രിക്ക് ജഡ്ജായിട്ടാണ് പോയത്. അപ്പൊ അവിടെ അന്ന് സ്പോട്ടിൽ ഒരു ജഡ്ജിനെ അവര് എന്തോ കണ്ടുപിടിച്ചിട്ട് ആ ജഡ്ജി മാറാൻ പറഞ്ഞു. അപ്പൊ പകരം വേറെ ജഡ്ജില്ല. അപ്പൊ ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങിയാണ്. എനിക്ക് 1 മണിക്ക് ശേഷം തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ റൂമിലൊരു പോലീസും ഒരു ഡ്രൈവറും വന്നിട്ട് സാർ പെട്ടെന്ന് റെഡി ആവണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ റെഡിയായി. പഴയ കേസിന് പോകാൻ പറ്റില്ല. അപ്പൊ അവര് നേരെ വന്നു, എന്നൊരു ഇന്നോവയ്ക്കകത്ത് കയറ്റി നേരെ പോവുകയാണ്. അപ്പൊ അവിടെ മോണോക്ട് സ്റ്റക്കാണ്. അപ്പൊ 2 ജഡ്ജേ ഉള്ളൂ. അപ്പൊ മറ്റേ ജഡ്ജിനെ മാറ്റിക്കൊണ്ട് എന്നെ വരണം. അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പൊ ഞാൻ വരുമ്പോൾ അവിടെ പോലീസ് എല്ലാം ഇതായിട്ട് നിൽക്കണം. കാരണം അതായത് ഈ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷിതാക്കളുണ്ടല്ലോ, അവർ അത്രയും കണ്ണിങ്ങാ. ജില്ലയിൽ പങ്കെടുത്ത ഒരു ജഡ്ജിനെ സ്റ്റേറ്റിൽ ഇരുന്നൂടാ. ആ ജഡ്ജി ജില്ലയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ പുള്ളി അയോഗ്യനായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വരുമ്പോൾ ഫുള്ള് കലിപ്പാ. ഭാഗ്യം പോലെ 10 പേർക്ക് നമ്മൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ വന്നപ്പോൾ കൈയടിയായിരുന്നു. ഞാൻ എന്നിട്ടാണ് എനിക്ക് ഉള്ളു ഇടിയായിരുന്നു. അല്ല, കമലുവിന്റെ പുള്ളിക്ക് ഈ ജഡ്ജ്മെന്റ് അറിയില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വേറെ വിഷയം നടക്കും. ആ ടെൻഷൻ ഉണ്ട് പുള്ളി. അല്ല, എന്നിട്ട് അതല്ല, അതിൽ ഞാൻ സെൻട്രൽ ജഡ്ജായിരുന്നു. അത് സെൻട്രൽ ജഡ്ജിന് കുറച്ച് പണി കൂടുതലാ. 3 ജഡ്ജിൽ സെൻട്രൽ ഇരിക്കണോടാ. സീറ്റ് മാറിയിരുന്ന സെൻട്രൽ ജഡ്ജിന് എന്താ പ്രത്യേകത? ശരിയായിട്ട് ചെയ്തില്ല. ക്യാമറ മെയിൻ ക്യാമറയിലല്ലേ? അല്ല, അവർക്കറിയാം. അങ്ങനെയുണ്ടോ മിതിക? അത് രഹസ്യമാണ്. അതെന്ന് നമ്മളെ കലോത്സവ രഹസ്യങ്ങൾ വെളിവിടല്ലേ പ്ലീസ്. ശരി, എന്നാ പരസ്യമായിട്ട് നമുക്ക് പെർഫോമൻസ് കാണുന്നതിന് കുഴപ്പമില്ല. ശരി, എന്നാ നമുക്ക് മേതിക്കിൽ നിന്നും പെർഫോമൻസ് തുടങ്ങാം. കാന്താര തീം സോങ്. യെസ്. അടുത്തത് ഡോറാബുജി. നല്ല കൈയടി. കാട് പാലം ഡോറയുടെ വീട്, കാട് പാലം ഡോറയുടെ വീട്. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. ഫുൾ ഡോറാബുജി ഫാൻസ് ആണ് ഇവിടെ. ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് ആരുടെ കേൾക്കാം അടുത്തത് പെർഫോമൻസ്? യെസ്, ഇഷാൻ റെഡി ആണോ? മൈ ലവ് ഈസ് ഗോൺ ബൈ അല്ലു അർജുൻ.
നിസാൻ മോർഫിംഗ് തവളേന്ന് പോത്തിലേക്ക്, പിന്നെ ആർ സെൻറ്റർ ബൈക്കിലേക്ക്. അടിപൊളി അടിപൊളി ഇപ്പോഴാണ് എനിക്ക് ഈ ഇഷാനാണെന്ന് മനസ്സിലായത്. ഈ തവളയെ മാറക്സണ്ടനെ ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഇത് എവിടെ കിട്ടിയൊരു ഐഡിയ ആണ് ഈ ഒരു സംഭവം ഇങ്ങനെ? അത് എനിക്ക് ഞാൻ എക്സ്പെരിമെന്റേഷൻ ചെയ്യും കുറെ, അങ്ങനെ കുറെ കണ്ടുപിടിക്കും. ബ്രോ കൂടുതൽ ഒരു വൈബ് ബ്രോ ആണോ ബ്രോ? അങ്ങനെ ബീറ്റ് ബോക്സിംഗ് ഒക്കെ കിട്ടിയത്? ബീറ്റ് ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടെടുത്താണ്. ആണ്. വേറെ എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കാം? മഴയുടെ സൗണ്ട് ഉണ്ടാക്കാറുണ്ടോ? മഴയുടെ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. മഴയുടെ സൗണ്ട് ഒന്ന് കേട്ടാലോ? അയ്യോ അടിപൊളി. ഒരു തിയേറ്ററിലൊക്കെ പോയിരുന്ന് കേൾക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഗംഭീരമായിരുന്നു. അടിപൊളി അടിപൊളി. ഇഷാന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതും വൈറലായതും ബൈക്കുകളുടെ സൗണ്ട്, കാറുകളുടെ സൗണ്ട് ഉണ്ട്. അപ്പൊ ആ സൗണ്ട് കുറച്ച് കേൾക്കാൻ പറ്റുമോ? നിസാൻ സ്കൈലൈൻ RB 26. അടുത്ത ഏത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും? ബൈക്കാണോ കാറാണോ? അടുത്ത് വേണമെങ്കിൽ പടക്കത്തിന്റെ ഉണ്ടാക്കാം. പടക്കം. എന്നാ പടക്കം കേൾക്കാം. വിഷു കഴിഞ്ഞ് എന്തായാലും മോനെ നീ വീട്ടില് വരണേ ദിവാലി സമയത്ത്. എന്തായാലും എയർ പൊല്യൂഷൻ വേണ്ട എനിക്ക്. ഇത് മതി ഒന്നുമില്ലെങ്കിൽ. അങ്ങനെ നമ്മള് കാറിന്റെ സൗണ്ടും കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നഈം, മുഹമ്മദ് നഈം. എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റാ? ഞാൻ ആദ്യം നെസ്ലിന്റെ ശബ്ദം. അവൻ സമ്മതിച്ച് എന്ത് പണ്ടാറോണവൻ ഒരുമാതിരി ചാടിയും ചെന്നപ്പോ തന്നെ 5 ഡയലോഗും. എനിക്കാണെങ്കിൽ അകപ്പാടെ പൊളിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആഴ്ചയായി പോയി. എടാ ഇവനാര് കൊണ്ടോട് നോക്കലോട്ടെ, നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിറകെ പോവാൻ. വേടന്റെ ശബ്ദം. വണക്കം 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 മക്കളെ. മരത്തിന്റെ മഞ്ഞം മുറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ വലന്നുറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമൂതുമ്പോൾ അമ്മ കിളി കരഞ്ഞ് പൊന്നമകൾ ഒരു തീ നിന്റെ മാറ് തുളഞ്ഞല്ലോ, മന്നവും തകർന്ന് പെരുങ്കാട് കരഞ്ഞല്ലോ, മലയിൽ ഒരു വെടുത്ത് അരുവിരണം നിറഞ്ഞ് അറകം പോൽ കരിഞ്ഞല്ലോ. വണക്കം 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 മക്കളെ. അമ്പാന്റെ ശബ്ദം. അണ്ണമ്പട്ടി ജ്യൂസ് ഇടയിൽ ജ്യൂസ് അടിച്ചോണ്ടിരിക്കരുത്. അണ്ണ ചാടി തോളത്ത് കൂടെ ചവിട്ടി 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 ജമ്മെടുത്തവർ തോളത്ത് കുത്തി 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 കൊന്ന്. അണ്ണമ്പട്ടി പതിനത്തെ ഞാൻ അടിച്ച് പൂസാർന്ന്. എന്താ നിനക്ക് ബോറടിച്ചാ? മാസം വേണ്ടേ? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടല്ലേ നിൽക്കുന്നേ? ഞാൻ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ ഇതൊക്കെ ചെയ്തു പോകുന്നത്. എന്റെ പേടി തോന്നുന്നുണ്ടോ? ഇല്ല, ഇത്ര നിങ്ങൾ അവിടെ ചെയ്യുന്നെങ്കിൽ ഇവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. മേത്തിക്കയുടെ ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് കേൾക്കാം. വെള്ളാപ്പള്ളി സാറിന്റെ സൗണ്ട് എടുക്കുന്നു കേട്ടു, അതൊന്ന് കേൾക്കണം. കപ്പലിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പയ്ക്കും കഞ്ഞിക്കുള്ള കൂപ്പൺ കപ്പിത്താന്റെ കുപ്പായത്തിലുണ്ട്. കിട്ടിയില്ലെങ്കിൽ പപ്പ എന്ന് പറയരുത്. ചേച്ചി ഇതുവരെ അടിപൊളിയായിട്ടുണ്ടായില്ലേ? സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടല്ലോ? ഇതാണ് നമ്മുടെ പിള്ളേര്. ഇവരാണ് ഇനി അങ്ങോട്ടേക്ക് ഭാവി എന്ന് പറയുന്നതും യങ് ജനറേഷൻ തന്നെ ആവട്ടെ. ട്രൂ. നമ്മളുടെ ഇപ്പൊ വരാൻ പോണ ഈ ജനറേഷൻ ഷുഡ് ബി ഫുൾ ടാലന്റ്സ് ഓറിയന്റഡ്. വേറെ ഒന്നുമല്ല. ഓരോ ഇവിടെ ഈ വേദിയില് ഈ ഏജ് ഗ്രൂപ്പിന്റെ എത്രയോ ആൾക്കാർ എന്തൊക്കെയാ വന്നിട്ടുണ്ട്. സൂപ്പർ. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസും ഉണ്ട് ഇത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ഷോ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും. സോ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കാം.
ഇനി നമ്മുടെ വകയുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. കോമഡി മാസ്റ്റേഴ്സ് നിങ്ങൾ ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി നേരിട്ട് ഇവിടുത്തെ സ്കിറ്റും ബാക്കി പെർഫോമൻസും കാണാം. ഗൈസ്, നമുക്ക് ആദ്യം തന്നെ സ്കിറ്റ് കാണിച്ചു കൊടുക്കാം. മാധവൻ, നീ റെഡിയാണോ? നൊസ്റ്റു അടിക്കുന്നുണ്ടോ? നല്ല നൊസ്റ്റാൾജി അടിക്കുന്നു. പഴയ വേദിയായിരുന്നു ഇത്. ഞാൻ ഈ സ്റ്റേജിൽ തന്നെ വന്നല്ലേ. അതെ, അപ്പൊ നമുക്ക് പഴയ ഫാമിലി മെമ്പേഴ്സിനെ കാണാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് അത് അവിടെ ഇരിക്കാം, ഇരുന്ന് എൻജോയ് ചെയ്യാം, സ്കിറ്റ് കാണാം. ഓക്കെ? രാഘവ മാസ്റ്ററാ, എടാ ഞാൻ അറിഞ്ഞില്ലടാ, എന്നോട് ആരും പറഞ്ഞില്ല. 90 വയസ്സായ എടാ, കണ്ടാ പറയില്ല കേട്ടാ. അപ്പൊ ബന്ധുക്കളെല്ലാം വന്നിട്ടല്ലേ ചടങ്ങുണ്ടാവുള്ളൂ. ഇവളെ പഠിപ്പിച്ച സാറാണ്. ഞാൻ ഇവളും കൂടെ വൈകിട്ട് അങ്ങ് വരാം. ശരി ശരി ശരിടാ ശരിടാ. ഓ ശരി, നീ പോയി. എന്തുവാടി? ഇപ്പൊ തന്നെ പോവാൻ ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പോകണം. നമുക്ക് എടി വൈകുന്നേരം 6 മണിക്കാണ് ചടങ്ങ്, അപ്പോഴും ചെന്നാ മതിയെന്ന്. വൈകുന്നേരം 6 മണിക്ക് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പോലും പറ്റൂല. ഇപ്പൊ തന്നെ പോണം. ഇതെന്ത് എടി, ഇപ്പൊ പോയിട്ട് കാര്യമില്ലെന്ന്. പിന്നെ പോണ വഴിക്ക് നമുക്കൊരു റീത്തും കൂടെ വാങ്ങിക്കൊണ്ട് പോവാമേ. റീത്താ? ബൊക്കയല്ലേ മേടിച്ചോണ്ട് പോകേണ്ടത്? ബൊക്കയാ വാങ്ങിക്കണത്, റീത്തല്ലേ വാങ്ങേണ്ടത്. പിന്നെ സാറിന്റെ നവതിക്ക് ബൊക്കയിലടി കൊണ്ട് കൊടുക്കണം, റീത്താണോ കൊണ്ട് കൊടുക്കുന്നത്? എന്തായിരുന്നു? 6 മണിക്ക് മക്കളെല്ലാം കൂടെ വന്നിട്ട് പൊന്നാടെ കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട്, നിങ്ങളെല്ലാം വരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. നവതിയായിരുന്നോ? ഇതല്ലാണ്ട് ഞാൻ വിചാരിച്ചേ സാറ് പോയി, അതാണ് പറ്റിപ്പോയത്. ആളെ പെട്ടെന്ന് തന്നെ പറഞ്ഞ റീത്ത് കൊടുത്തോണ്ട് വന്നോണം കേട്ടോ. അല്ല, നിങ്ങൾ എന്ത് ഇന്ന് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നില്ല? ഞാൻ 10 മണിക്ക് ശേഷം ട്യൂഷൻ പോകുന്ന പരിപാടി നിർത്തി. എന്തേ? ഞാൻ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോണു. സ്റ്റാർട്ടപ്പാ? മനസ്സിലായില്ല. അതായത് മൊബൈൽ കോഴ്സ്. മൊബൈൽ കോഴ്സാ? എങ്ങനെ മൊബൈൽ ഉപയോഗിക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്നതിന്റെ ഒരു കോഴ്സ്. ഓ, ഇനി നിങ്ങൾ പഠിപ്പിച്ചിട്ട് വേണം ഇവിടെ ഉള്ളവർക്ക് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ. ഓ, എന്റെ പൊന്നു മനുഷ്യ, ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഞാൻ കണ്ട്. ഒരു കൊച്ചു ജനിച്ചിട്ടെ അത് ആദ്യം വിളിച്ചത് അമ്മ എന്നല്ല, ഹേങ്ങ എന്നാണെന്നാണ് കേട്ടത്. എടി, അതൊക്കെ നീ പറയും, കൊച്ചു പിള്ളേർക്ക് മൊബൈൽ അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ 70 വയസ്സ് കഴിഞ്ഞ എത്ര പേർക്ക് നന്നായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? എടി, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പറ്റിക്കുന്നത്. ഇപ്പൊ ഡിജിറ്റൽ അറസ്റ്റ്, അതായത് പൈസ തട്ടിപ്പ്, ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാം മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ച ഒരു നല്ല കാര്യമല്ലേ? അത് ശരിയാണ് കേട്ടോ, ഞാൻ ആലോചിച്ചില്ല. അതൊരു നല്ല ഐഡിയ ആണ്. കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിഞ്ഞൂടാ. അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിഞ്ഞൂടാ. ഒന്നും അറിഞ്ഞൂടാത്തോണ്ടാണ് എനിക്ക് നിങ്ങളെ കെട്ടിച്ചു തന്നത്. ഈ കോഴ്സ് എവിടെ നിന്ന് പഠിച്ചടി? ഏത് കോഴ്സ്? ഈ തർക്കുത്തരം പറയാനായിട്ട്. നിങ്ങളല്ലേ ആദ്യം തുടങ്ങിയത്? ഞാനാണോ തുടങ്ങിയത്? നിങ്ങളല്ലേ തുടക്കം ഇട്ടത് ഇതിന്? നിർത്തി. എന്തോ നിർത്തി? പ്രിൻസിപ്പാളിനെ പഠിപ്പിക്കാൻ പിള്ളേരെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഇന്ന് 2 സ്റ്റുഡൻസ് ഇവിടെ വരും, മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ. അതുകൊണ്ട് നീ സെറ്റ് ആയിട്ട് നിന്നോണം. സെറ്റ് ആയിട്ട് നിൽക്കാം. കട്ടയ്ക്ക് കൂടെ നിന്നോണം. എന്റെ സ്റ്റാർട്ടപ്പാണ്, ദൈവമേ കാത്തോളണേ. വന്നിട്ടുണ്ട് കേട്ടാ, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ. കേറുവാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഒന്നും വേണ്ട, അതൊക്കെ സ്കൂളില്. ഇത് ട്യൂഷൻ സെന്റർ അല്ല, നമ്മൾ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. അപ്പൊ ചന്തിക്ക് വിച്ചലൊന്നും ഇല്ലാന്ന്. ഇനി അഥവാ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിന് നമുക്ക് മെസ്സേജ് അയക്കാൻ അറിയണ്ടേ? അത് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഫീസൊക്കെ എങ്ങനെയാണ്? ഫീസിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. പ്രിയ ആണെന്ന് കേട്ടോ. ഫീസ് പ്രിയ എന്നല്ല പറഞ്ഞത്, എന്റെ ഭാര്യ പ്രിയെ വിളിച്ചതാണ്. ഇതാണ് ഓ, നമസ്കാരം. വസന്ത. ഓ, നമസ്കാരം. അപ്പോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അതെ ചേട്ടാ, ഇങ്ങോട്ട്. അതെ ചേട്ടാ, ഇങ്ങോട്ട്. ഹലോ, ഒരു കാര്യം ചേട്ടാ, നീ ഇങ്ങ് വാ. ഇറങ്ങി. ഇനി ഇങ്ങോട്ട് നോക്കാലോ. മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളുടെ മൊബൈൽ എന്തോന്ന് വല്ല കലാ സാംസ്കാരിക നായകം വല്ലതും ആണോ? പൊന്നാടയൊക്കെ ആനയിച്ച് കൊണ്ടുവന്നേക്കാണ്. അതല്ല, പുതിയ ഫോണായോണ്ട് അങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടില്ല. എന്റെ മോൻ മാറ്റി തന്നെയാണ്. ആണോ? അവനാണെങ്കിൽ ഇവിടെ 2 മക്കളുണ്ട്. അങ്ങ് വിദേശത്താണ് 2 മക്കള്. വിദേശത്ത് ഒരുത്തൻ ദമാമില്, മറ്റോ ഏതോ ഗുദാമില്. പഴയതല്ലേ? അല്ല, പുതിയതാണ്. ഈ പറഞ്ഞ കൗണ്ടർ പഴയതല്ലേ? വയസ്സിലാണ്ട് പഴയതും പോവും. അല്ല, അങ്കിളിന്റെ ഫാമിലിയൊക്കെ
എനിക്ക് 3 മക്കളാ. ഒരുത്തൻ ടെക്നോ പാർക്കില്, ഒരുത്തൻ ഇൻഫോ പാർക്കില്, ഒരുത്തൻ സുഭാഷ് പാർക്കില്. അവിടെ സുഭാഷ് പാർക്കിൽ ജോലിയാ? ജോലിയല്ല, ഫുൾ ടൈം ഇരിപ്പാ വിത്ത് കൊട. 10 ഗുണം 10 ഗുണം. അപ്പം നമുക്കെന്നാ തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് സെൽഫോൺ? വാട്ട് ഈസ് സെൽഫോൺ? കിട്ടി, എനിക്ക് കിട്ടി. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ സെല്ലാവുന്ന ഫോണാണ് സെൽഫോൺ. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ചെറുതായിട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഫോണിനെയാണ് സെൽഫോൺ എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് ആദ്യം എന്താ പഠിക്കേണ്ടത്? ആദ്യം എന്ത് പഠിക്കണം? ഫോട്ടോ. ഫോട്ടോ എടുക്കാൻ. ശരി, അപ്പൊ ഫോട്ടോ എടുക്കാനാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ? ഉണ്ട്. അപ്പൊ അതൊന്ന് എടുക്കോ. എന്നിട്ട് അതിൽ ക്യാമറ ഒന്ന് ഓൺ ചെയ്യൂ. ക്യാമറ ഒന്ന് ഓൺ ചെയ്തു. ഇനി സെൽഫി ആണ് എടുക്കണ്ടേ? അപ്പൊ എന്നാ പിടിച്ചോ, സെൽഫി എടുക്കോ. അയ്യോ, ഞാൻ മരിച്ചാ, എന്നെ കാണുന്നില്ല, ഇതോ ഞാനില്ല. അല്ല അങ്കിൾ, അത് ഇത് ഇപ്പൊ തിരിച്ച സെൽഫിയുടെ ഇത്. ഇനി എടുത്തു. ഇപ്പൊ കറക്റ്റ്. അത് ശരിയായി. എടുക്ക്. ഇതാ ഇങ്ങനെയാണ് സെൽഫി. ഇത്രേ ഉള്ളൂ. നമ്മൾ പേടിക്കുന്ന പോലെയൊന്നുമില്ല, ഇത്ര സംഭവമേ ഉള്ളൂ. മനസ്സിലായല്ലോ? മാമന് സെൽഫി എടുക്കാൻ അറിയാമോ? മാമന് സെൽഫി എടുക്കാൻ അറിയാമോ? എനിക്ക് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. എനിക്ക് സെൽഫി ഒക്കെ എടുക്കാൻ അറിയാം. ഞാൻ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട്. എവിടെ? സെൽഫി ഒക്കെ ഉണ്ട്. ഗാലറിയിലുണ്ടോ? എന്റെ തുറന്ന് നോക്കിയാൽ അറിയാണ്ട് സെൽഫി ഒക്കെ ഉണ്ട് എന്റെ. ഇത് സെൽഫിയാണോ? എന്റെ സെൽഫി. പശുവിനെ കുളിപ്പിക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചി എന്നെ മുറ്റം തൂക്കുന്നു, ആ ചേച്ചി എന്നെ തുണി കഴുകുന്നു, ആ ചേച്ചി അടുക്കളയിൽ നിൽക്കുന്നു. ഇത് സെൽഫിയാണോ മാമ? മാമ എടുത്ത സെൽഫിയാണത്. ഞാൻ എപ്പോ സെൽഫി എടുത്താലും ഇവിടെ കയറി വരും. ഇത് എന്റെ വീടിന്റെ അപ്പുറത്തുള്ള കുഞ്ഞമ്മ. ഓ, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള. മനസ്സിലായി മാമ. ഞാൻ മാമനോട് ഒരു കാര്യം പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ബോംബാണ്. താണാ ഞാൻ കൊണ്ട് നടന്നത് പൊട്ടി തെറിച്ചിരുന്നെങ്കിലേ എന്റെ അവസരം ആലോചിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല പറയണം, മനസ്സിലാക്കണം. അതായത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. ഒരുപാട് പേർക്ക് എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ട്. എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ഞാനേ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ഞെക്കും പിടിക്കുകയൊക്കെ ചെയ്ത്, അപ്പൊ പെട്ടെന്ന് യൂറോപ്പിൽ നിന്ന് കോള് വരുന്ന എനിക്ക്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് മൊത്തം കണ്ടോണ്ടിരിക്കുകയാണെന്ന്. ലൈവ് പോയി. ഡിലീറ്റ് ചെയ്ത് കളയാറുന്നില്ലേ? വെപ്രാളത്തിൽ ഡിലീറ്റ് ചെയ്തപ്പോ അത് ഷെയർ ആയി പോയി. പിന്നെ നിറച്ച് കമന്റ്സാ. അത് വരും, തീർച്ചയായിട്ടും കമന്റ് വരും. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്തോന്ന് അബദ്ധം എന്ന് വെച്ചാൽ ചെറിയ അബദ്ധമാണ്, വേറൊന്നുമല്ല. എന്റെ മോന്റെ കൊച്ചു കുഞ്ഞാറ്റ എടുത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കും. അപ്പൊ ഒരു ദിവസം രാത്രിയാണെങ്കിൽ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞാറ്റ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ രാത്രി ഫോൺ എടുത്തിട്ട് എന്റെ കുഞ്ഞാറ്റയ്ക്ക് കുറെ ഉമ്മ അങ്ങ് അയച്ചു കൊടുത്തു. എന്നിട്ട് നേരം വെളുത്തപ്പം വീടിന്റെ മുറ്റത്തൊക്കെ ഭയങ്കര ആൾക്കാര്. എന്തിന്? ഞാൻ അയച്ച കുഞ്ഞാറ്റക്കല്ല ഉമ്മ പോയത്, പിന്നെ അപ്പുറത്തുള്ള കുഞ്ഞമ്മയ്ക്കാണ് ഉമ്മ പോയത്. മനസ്സിലായി. സെൽഫിയിൽ എങ്ങനെ മുറ്റം തൂക്കണേ, പശുവിനെ കുളിപ്പിക്കണ ചേച്ചി കുഞ്ഞമ്മയല്ലേ? കുഞ്ഞാറ്റയ്ക്ക് എന്നെ അയച്ചത്. ഇനി നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്? അല്ല, എന്തായാലും പുള്ളി ഒരു സെൽഫി എടുത്ത് പഠിക്കട്ടെ. പുള്ളിക്കറിയാം സെൽഫി എടുക്കാൻ അറിയാം. എനിക്കിനി പഠിക്കേണ്ടെന്ന് അറിയാമോ? എനിക്ക് ദൂരെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്ന സംഭവമില്ലേ, അത് പഠിച്ചാൽ മതി. വീഡിയോ കോള് അതിന് ഒന്നുമില്ല അങ്കിൾ. ഞാൻ എന്റെ ഫോണിൽ നിന്ന് അങ്കിളിനെ വിളിക്കാം. അങ്കിൾ നമ്പർ ഒന്ന് പറഞ്ഞു. നമ്പർ 9874. ഒന്നുകിൽ മലയാളത്തിൽ പറ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറ. അല്ല, ഞാൻ പകുതി ഇംഗ്ലീഷ് മീഡിയം പകുതി മലയാളം മീഡിയത്തിൽ പഠിച്ചത്. ഇനിയിപ്പോ കോള് കണക്ട് ആവുമ്പോ എടുക്കണേ. ഇത് മേളിലോട്ടാണ് ഇങ്ങനെ നിരക്കി വിട്ടാ. ഹായ്, ഹലോ, കാണുന്നുണ്ടോ? എന്നെ കാണാമോ? കാണാം. കൊള്ളാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ കോൾ ചെയ്യാൻ. അപ്പൊ നമ്മൾ സംസാരിച്ച് നേരിട്ട് കാണുന്നേക്കാൾ ഇതിൽ കൊള്ളാം, അടിപൊളി. കൊള്ളാം കേട്ടാ. മൂക്കുത്തി ചേരുന്നുണ്ട് കേട്ടോ. കൊള്ളാം, ഇത് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. പിടി ഇതിനാ. കൊള്ളാം കേട്ടാ, അടിപൊളി. കൊള്ളാം. ഹലോ, കട്ടിയടി, ഇത് നിന്നെ കൊണ്ട് പോവല്ലേ? നിർത്തി കളഞ്ഞു. നമുക്ക് ആരെ വിളിക്കണമെന്ന് തോന്നിയാലും നമ്മൾ നേരെ വാട്സപ്പ് എടുക്കുന്നു, വീഡിയോ കോൾ എടുക്കുന്നു, വിളിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. രാത്രി വിളിച്ചെടുക്കൂ. അല്ല, കാണാൻ വേണ്ടി. ഇപ്പൊ മാമൻ ബന്ധുക്കളുണ്ടല്ലോ വിളിക്കാൻ, അവരെ വിളിച്ചാ മതി. മാമ ഇരിക്കേട്ടാ, മാമ ഇരിക്കുക. അപ്പൊ എല്ലാം കൂടെ ഒന്ന് പഠിക്കണം. അല്ല, ഒന്നും കൂടെ വിളിക്കാം.
അല്ല നേരിട്ട് കാണുന്ന കരുതാണ് അടിപൊളി. മതിയല്ലേ? മാമ വന്ന് ഇവിടെ ഇരിക്കൂ. ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഇനി കൊറേ പഠിക്കാനുണ്ട്. പക്ഷേ ഇന്ന് തന്നെ പഠിപ്പിക്കുമല്ലോ. മാമനോട് ഒരൊറ്റ കാര്യം പറയാം. അതായത് ഇനിയുള്ള ലോകത്ത് എല്ലാ കാര്യങ്ങളും മൊബൈലിലൂടെ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാവും. മനസ്സിലായി? നമ്മളെ പറ്റിക്കും. ഒരു കാര്യമുണ്ട്. ഞാനേ ഇന്നലെ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് അവര് പറഞ്ഞ റിപ്പോർട്ട് ഇതിന്റെ അകത്ത് അയക്കാന്ന് പറഞ്ഞു. ഇതിനകത്ത് അയക്കാന്ന് പറഞ്ഞു. ഒന്ന് നോക്കു മക്കളെ. മെയിൽ വന്നായിരിക്കും. ഇതിനകത്ത് നോക്കു മക്കളെ, എവിടെയെങ്കിലും ഉണ്ടോ? മെയിൽ ആയിരിക്കും കേട്ടോ. അതെ, ജ്യൂസ് കുടിക്കാം. അങ്ങനെ തരട്ടെ? വേണ്ടേ? ലഡു വേണ്ട. മാമാ വന്നിട്ടുണ്ട് കേട്ടോ. മാമന്റെ കൊളസ്ട്രോള് നോർമലാണ്. യൂറിക് ആസിഡും കുഴപ്പമില്ല, നോർമലാണ്. ക്രിയാറ്റിൻ നോർമലാണ്. മാമാ ഷുഗർ 600 ഷുഗർ. ചെറിയ കഥ കോണി പോണ്. ചേട്ടാ വൈകാതെ തന്നെ ചേട്ടാന്ന് വിളിച്ചു. കുഴപ്പമൊന്നുമില്ല. ഗാനമേള ഉണ്ടോ? എവിടാ? മാർക്കോസിന്. പോയതാ. മാമ ശരിയാവും. കണ്ണ് നിക്കുന്നു. മുനീറേ കണ്ണ് ചിമ്മ്. ആശുപത്രി പോവാം. ആശുപത്രി പോണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ടെന്ന്. പിന്നെ തോന്നു വിളിക്കണം. എന്നെ വിളിക്കുന്നെങ്കിൽ ഇവളെന്നെ വീഡിയോ കോൾ വിളിച്ചാ മതി. ശ്വേത ചേച്ചി, പിള്ളേരുടെ ടാലന്റും പെർഫോമൻസും കണ്ടിട്ട് ഈ സ്റ്റേജിന് ബാക്കിൽ കുറേ നേരമായിട്ട് നമ്മുടെ സിന്ധുവും സനീഷും പ്രവീണും കൂടെ തകർത്ത് പ്രാക്ടീസ് ആണ്. നിങ്ങൾ കലോത്സവത്തിൽ അടിപൊളിയായിട്ട് ചെയ്തതുപോലെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവർ 3 പേരാണ്. മാത്രമല്ല, ഈ ഒരു സ്കിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ബാറ്ററി സ്കിറ്റാണ്. നിങ്ങൾ നന്നായിട്ട് ചിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ബാറ്ററി ഉണ്ടോ, ഇത് ടവടേ എന്ന് പറഞ്ഞിട്ട് ചാർജ് ആവും. ആ ചാർജ് കയറുന്നതിനനുസരിച്ച് അവർക്ക് കാശും കിട്ടും. അപ്പൊ അതാണ് സംഭവം. ഓക്കെ, അപ്പോ ചേച്ചി ബാറ്ററി ആണല്ലേ? ഓൺ. So let's welcome Sanish, Praveen and Sindhu. ഹലോ, എടാ സുരേഷ്, നിന്റെ ജാടയും വേലയും കേൾക്കാനല്ല നിന്നെ വിളിച്ചത്. സാധാരണ ഞങ്ങൾ കണ്ടന്റ് റേസ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാ. അത് പറയാനാ നിന്നെ വിളിച്ചത്. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ശ്രീധനം. നിനക്ക് വിഷയമില്ല, എനിക്ക് വിഷയമുണ്ട്. വെച്ചോ. രാവിലെ അങ്ങോട്ടാ നിയമസഭ പൊളിക്കാൻ. അത് നീ പൊളിക്കേണ്ട കാര്യമില്ല, അവിടെ ഉള്ളത് തന്നെ അത് പൊളിച്ചോളും. തുണി കൊണ്ട് പോകുന്ന കണ്ടറിഞ്ഞൂടെ? തുണി കഴുകി വിരിക്കാൻ പോവാന്ന്. രാവിലെ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയായിരുന്നു? കഞ്ഞിയുണ്ട്, കിഴങ്ങുണ്ട്. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നല്ല ഞാൻ ചോദിച്ചു. വീട്ടുകാരെ പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞാ നീ എന്തോ ചെയ്യും? എടോ വാസുദേവ, എനിക്ക് തരാനുള്ള ശ്രീധന പൈസ തന്നില്ലെങ്കിൽ മോള് നാളെ വീട്ടിൽ നിൽക്കും. അയ്യോ, ആ നിൽക്കുന്ന എന്റെ അച്ഛൻ വാസുദേവനല്ല, അത് വാഴയാ. പിന്നെ നിന്റെ അച്ഛൻ ആരാന്നാ നിന്റെ വിചാരം? എന്റെ അച്ഛനെ ശരിക്കും അറിയത്തില്ല. അതൊക്കെ നേരത്തെ തിരക്കി വെക്കണോ? അതാണോ പറഞ്ഞത്? എന്റെ അച്ഛനെ നല്ല അന്തസ്സും ആഭിചാരം ഉള്ളവനാ. ആഭിചാരോ? ആഭിജാത്യം. അയ്യോ, ഭയങ്കര ആഭിജാത്യവാ. തൊഴുത്തിൽ നിന്ന് കാള ചത്തപ്പോ പശുവിനെ വെള്ളസാരി ഉടിപ്പിച്ച് പഞ്ചായത്തിൽ നിന്ന് വിധവാ പെൻഷൻ മേടിച്ചു. അതും പറയും, അതിനപ്പുറവും പറയും. എടോ, ഞാനേ എന്റെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ട് 1 മണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇയാൾ എന്നെ തല്ലിയില്ലയോടോ? 1 മണിക്കൂർ സംസാരിച്ചാനല്ല നിന്നെ തല്ലിയത്. പിന്നെ ആ 1 മണിക്കൂർ നിന്റെ അച്ഛനോട് നീ സംസാരിച്ചിട്ടും എനിക്ക് തരാനുള്ള ശ്രീധര പൈസ നീ എന്താ ചോദിക്കാഞ്ഞേ? അതിനാ നിന്നെ തല്ലിയത്. നിങ്ങൾ ഇനി എന്നെ തല്ലത്തില്ല. ഇനി നിങ്ങൾ എന്നെ തല്ലിയായി എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. അതെനിക്ക് 2-3 ദിവസം കൊണ്ടേ മനസ്സിലാവുന്നുണ്ട്. പുതപ്പിനടി കിടന്ന് ഈ അടക്കം പറിച്ചിലും കേട്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, എന്റെ ആങ്ങളെ വന്ന് ഇയാളെ ശരിയാക്കും. കിടക്കണോ നിന്റെ പൂങ്ങളോ വന്ന് എന്നെ എന്തോ ചെയ്യാൻ? അതാരടി നിനക്ക് വേണ്ടി ഡബ് ചെയ്തേ? എന്റെ ആങ്ങളെ വന്ന് നിനക്കൊരു സമ്മാനം. ഇതെന്തിനാടാ എനിക്ക് വെള്ളസാരി? ഇവനെ ഞാൻ കൊല്ലു. എന്തിനാ? നീ ഇവളെ തല്ലിയല്ല, നേരത്തെ ഒരു ഡബിങ് കോമഡി പറഞ്ഞില്ലേ, അതിനാ. നീ ആരാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ.
തെങ്ങിനിടയിൽ ചെല്ലൻ. തെങ്ങിനിടെ ചെല്ലനല്ലോ, ചെല്ലിയല്ലയോ? അത് ഞങ്ങളുടെ വീട്ടുപേരാ തെങ്ങിനട. ഈ ചെല്ലൻ ഈ കത്തിയെടുത്ത് ഒരു കുത്തിയാ കുത്തിയെടുത്ത് തന്നെ തിരിക്കും. ഇപ്പൊ ഇരുന്നില്ലല്ലോ. നീ ഡയലോഗ് പറയാൻ നീ ഒന്ന് ചെയ്ത് നോക്കി. ചെല്ലൊരു കത്തിയെടുത്ത് കുത്തിയാ അത് കുത്തിയെടുത്ത് തന്നെ കാണും. എടാ നിന്നെ കൊണ്ടൊന്നും നടക്കത്തേടാ, ഇട്ടിട്ട് പോളെ ഇറക്കാവോ? എന്തെങ്കിലും ഒന്ന് ചെയ്യടാ നീ ഒന്ന്. ആ ഷോപ്പിംഗ് എടുത്തേ. ചെല്ലനെ കത്തിയെടുത്ത് കുത്തിയാലേ കുത്തിയെടുത്ത് തന്നെ ഇരിക്കും. കണ്ടതേ കണ്ട, ബുദ്ധി വേണം, ബുദ്ധി. ഇതേ ആളിയൻ എന്റെ പെങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കുറച്ച് നാൾ ഞാൻ പ്രസന്റിന്റെ അകത്തായി പോയി. പ്രസന്റിന്റെ അകത്തോ? എടി ജയിലിന്റെ ഇംഗ്ലീഷ് എന്തുവായിരുന്നെടി? എടാ അത് പ്രിസൺ. ആ പ്രസവത്തിന്റെ അകത്തായിരുന്നു. നീ ജനിച്ചതേ ഉള്ളു. ഇനി നിന്നോട് സംസാരിക്കണമെങ്കിൽ നിന്നെ സ്കാൻ ചെയ്ത് വേണം സംസാരിക്കാൻ. എടാ പ്രിസൺ, നീ അത് പറയണ്ട, ജയില്. ആ അതിന്റെ അകത്തായിരുന്നു. ഞാനിപ്പോ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ രൂപത്തിലാ. പുതിയ രൂപത്തിൽ നീ ജയിലിൽ വലിയ ഇറങ്ങിയേക്കും. നല്ല ഷോറൂമിൽ നിന്നും അല്ലല്ലോ. ഷോറൂമിൽ നിന്നായിരുന്നെങ്കിൽ എന്റെ മേത്ത് റിബൺ കണ്ടേനെ. നിങ്ങൾ അങ്ങനെ ഇവനെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ കുടുംബത്ത് നട്ടലുള്ള ആണൊരുത്തനെന്ന് പറഞ്ഞാ ഇവനാ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ എന്നെ ഇഷ്ടമായി ചെറുക്കനെ. അയ്യോ എന്താ പറ്റി? അവരെക്കാട്ടിലും എന്റെ നട്ടലിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജയിലിലെ സൂപ്രണ്ടാ. നീ നട്ടലുള്ളവനാണെങ്കിൽ, നട്ടലുള്ള ആങ്ങളെ ആണെങ്കിൽ എനിക്ക് തരാനുള്ള കാശ് ഇപ്പൊ തരണം. അയ്യോ ഞാൻ മാത്രമല്ല ഇവക്ക് ആങ്ങളെയായിട്ടുള്ളത്. ഞങ്ങളുടെ അച്ഛൻ പണ്ട് കൂപ്പില് തടി പിടിക്കാൻ പോയ വകുപ്പില് അവിടെ ഇവക്കൊരു ആങ്ങളെയുണ്ട്. പിന്നെ മൂന്നാറിൽ തേയില നുള്ളാൻ പോയ വകുപ്പില് അവിടെ പിന്നെ കട്ടപ്പനയില് പടം വലിക്കാൻ പോയ വകുപ്പില് ഇവക്കൊരു ആങ്ങളെയുണ്ട്. അപ്പൊ ഇത് രണ്ട് ഏത് വകുപ്പിലാ? ഇത് രണ്ടും പൊതുമരാമത്ത് വകുപ്പിലാ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നിങ്ങളുടെ അച്ഛൻ ട്രാവൽ ബ്ലോഗർ ആയിരുന്നു? എന്തൊക്കെയാന്ന് പറഞ്ഞാലും ശരി, അച്ഛൻ നല്ല റീച്ച് ആയിരുന്നു. നല്ല റീച്ചാണ്. അച്ഛനല്ലടാ, ചക്കയാ. ചക്കയാണ് ഇവിടുത്തെ വിഷയം. അറിയാൻ തരാനുള്ള ശ്രീധരക്കാശല്ലേ, അത് ഞാൻ എണ്ണി അങ്ങോട്ട് തരും. ജയിലിൽ വന്നാ നീ എവിടെ നിന്ന് തരാനാടാ? ഞാൻ ഈ വാർത്തയൊന്നും കേൾക്കുന്നില്ലേ? ജയിൽ പുള്ളികൾക്ക് ഒരു ദിവസത്തെ കൂലി 620 രൂപയാക്കി. 620 ആളിയൊന്ന് കൂട്ടി കടക്കൂട്ടിയത് പറഞ്ഞാളിയാ. എന്റെ പെങ്ങളെ കെട്ടിപ്പോളാ എന്റെ കണക്കൂട്ടെല്ലാം തെറ്റി. അയ്യോ പഠിക്കാൻ പോകാത്തതിന്റെ പേരിൽ എന്റെ പെങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 18,800 രൂപ മാസത്തിൽ എനിക്ക് കിട്ടും. നിനക്ക് കിട്ടും. അളി ഇരിയളിയാ ഇരിയളിയാ. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ഇരിക്കടി അങ്ങോട്ട്. ഞങ്ങളെ പെങ്ങളോട് കുശലൊക്കെ ഒന്ന് പറഞ്ഞേ. അല്ലടാ മോനെ, നിനക്ക് അവിടെ സ്പെഷ്യൽ ഫുഡൊക്കെ കിട്ടുവാടാ. സ്പെഷ്യൽ ഫുഡ് അല്ലേ? മട്ടൻ കറിയും മുട്ടനടിയും. ഇത് ആഴ്ചയിലാണോ മാസത്തിലാണോ? അത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് പോലെ എന്തോ മുട്ടനടി. അതല്ല ചോദിച്ചത്. നിനക്ക് ഈ ശമ്പളം തരുന്നത് മാസത്തിലാണോ ആഴ്ചയിലാണോ? അത് ഡെയിലി കിട്ടുവളിയാ. ആണോ? പിന്നെ നീ വല്ലതും കഴിച്ചായിരുന്നോടാ? ഒരു സാധനം കഴിച്ചിട്ടില്ല. ഇവിടുത്തെ കോഴിയെ കറി വെച്ചാൽ നിങ്ങളെ കണ്ടിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. അതല്ല ഞാൻ വെളിയിൽ നിന്ന് മേടിച്ചു തരും. അളിയൻ അൽഫാം പോരെ? അൽഫാം കഴിച്ചാൽ എന്റെ വിശപ്പൊന്നും തീരത്തില്ല. കഴിക്കണ കുമ്പ നിറച്ച് കഴിക്കണം. അൽഫാം പോരെ? മതി. അത് മതി. കാശെട്. കാശില്ല. നിനക്ക് പിന്നെ അവിടെ നാട്ടൊക്കെ ഇങ്ങോട്ട് കിട്ടുമോ നീ പറഞ്ഞോ? എന്റെ അളിയ ഞാനെന്റെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതല്ലേ. എന്റെ ശിക്ഷ കഴിഞ്ഞപ്പോഴാണ് ജയിലിലെ ശമ്പളം കൂട്ടിയത്. അപ്പൊ നിനക്ക് ശമ്പളം കിട്ടത്തില്ല. ഇല്ല. എഴുന്നേക്കടാ. നിങ്ങൾ എന്തോ വർത്താനം അവനോട് പറയുന്നത്? ഇനി നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞോ? ആങ്ങളെ മൂങ്ങളെ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോളാം. അളിയ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ശമ്പളം കിട്ടുമോ? പിന്നെ ഇരിയളിയ നീ ഇവിടെ ഇരിയടി. ഇതെങ്ങനെ കിട്ടും? ആളിയനെ ഞാൻ ഈ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തും. അപ്പൊ പോലീസ് വന്ന് എന്നെ പൊക്കും. ഞാൻ അകത്താകും. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ശമ്പളം കിട്ടി തുടങ്ങും. അവൻ എന്നെ കുത്തുവന്ന്. നീ കത്തി കൊണ്ടാളിയെ കുത്തുവാടാ. കണ്ടോടാ, മഴക്കും പൊക്കേറൊക്കെ ഉണ്ടെങ്കിലും അവക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോ? നീ വന്നു കയറിയപ്പോഴേ ഈ കത്തിക്ക് മൂർച്ചയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അടുക്കള പോയി വേറെ നല്ല കത്തി എടാ നിന്ന് പഴഞ്ചൊല്ല് പറയാതെ ഈ പഴത്തിനെ പിടിച്ചോ എന്റെ വീട്ടിൽ ഇറങ്ങടാ. എന്നാ വാ നമുക്ക് പോവാം. നീ എന്താണ് ഇവിടെ വന്നേ? കുത്താൻ. കുട്ടുമ്മ കുട്ടു. നീ റീൽസ് കളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? കുത്തുന്നേ കുത്തു. എനിക്ക് പോലീസിനെ വിളിക്കണം. ഇച്ചിരി കഴിഞ്ഞാൽ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവടാ. എന്റെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലാച്ചിട്ടാണ് നിന്നെ ഞാൻ. എന്റെ ആങ്ങളെ ഇന്ന് ഇതുപോലെ ഇയാളെ പിഴിഞ്ഞ് അയാളെടുത്ത് വിരിക്കും. അല്ല അയ വിരിക്കണ്ട, അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല. തറയെ കിടന്നാ മതി. കുത്തിയോടാ ബാബുജി, ആ ഫോൺ ഇങ്ങെടുത്തേ. എന്തിനാടാ ഫോൺ ഇങ്ങെടുക്ക്. നിനക്ക് പോലീസിനെ വിളിക്കണം അല്ലേ? എന്തോടെ കാണിച്ചേ? കെട്ടിച്ചു വിട്ടിച്ചു കഴിഞ്ഞാൽ
ഭർത്താവ് പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് കുടുംബ താമസിച്ചോണം കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കളിയാ. അല്ലയോ ടച്ചിങ്സിന് തന്ന മുയലിറച്ചി സൂപ്പർ ആയിരുന്നു. മുയലിറച്ചി എവിടെ? അവിടുന്ന് എടാ ഇത് മുയലിറച്ചിയല്ല, ഈ സോമയുടെ സ്പോഞ്ച് കിടന്നതാ. അങ്ങനെ എനിക്ക് 290 കൂടി തരണം. എന്തോത്തിന്? ഒന്ന് സ്പോഞ്ചിനും ഒന്ന് എനിക്കും. അത് ശരി. അപ്പൊ നീ ഈയിടെ കള്ളം മേടിച്ച് കുടിച്ചിട്ടാണോ എന്റെ മെക്കിട്ട് കയറാൻ വന്നത്? ഇപ്പൊ ഞാൻ അച്ഛനെ വിളിക്കൂടാ. നീ എന്റെ അച്ഛനെ വിളിച്ചാൽ ഞാൻ നിന്റെ അച്ഛനും വിളിക്കും. നിങ്ങൾ രണ്ടുപേരും തന്ത വേറെയാണോ? അവിടുന്ന് പറയിപ്പിക്കാതെ. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അച്ഛനെ വിളിച്ച് ഞാൻ പറയവിടാം. ആളിയാ ഒരു 60 കൂടി കൊണ്ട് തന്നെ കളിയാ. അങ്ങനെയാണെങ്കിൽ ഇവളിപ്പോ വിളിച്ചു വരുന്നത് എന്റെ അച്ഛനെ ആളിയന്റെ മുമ്പിട്ട് ഞാൻ ഇടിക്കും. ആടിയാളിയാ വാവച്ച് ഒച്ച വെക്കാൻ പറഞ്ഞു. ഒച്ച വെക്കാനാണോ പറഞ്ഞത്? നീ വാവച്ചൻ, ഞാൻ വാവച്ചി, നമ്മുടെ അച്ഛൻ. അവളാണ്ട് അവനെ കൂടെ കൺഫ്യൂഷൻ ആക്കും. പണ്ട് കഞ്ഞി വെക്കുമ്പോ കഞ്ഞിവെള്ളം ഞാനും അച്ഛനും കുടിക്കും, ചോറ് മൊത്തം നിനക്ക് തരും. അതൊക്കെ നീ മറന്നോടെ വാവച്ച. സെന്റി പിടിച്ചുള്ള കളിയാ ഇപ്പൊ കാണിച്ചു തരാം. എടാ വാച്ച, 6 വർഷം നീ ജയിലിൽ കിടന്ന് അനുഭവിച്ച വേദന ഞാൻ ഇവിടെ കിടന്ന് അനുഭവിച്ചടാ. ഈ ചെവിക്കകത്ത് കിടന്ന ഇവിടെ കിടന്നു. എടാ അച്ഛനെ, ഇതൊക്കെ ചുമ്മാതെ പറയുവാടാ. നീ ജയിലിൽ പോയപ്പോഴേ അതിന്റെ സന്തോഷത്തിന് ഈ നാട്ടുകാരെ മുഴുവൻ ഇവിടെ വിളിച്ചു വരുത്തി ഇയാള് കിഴങ്ങ് പുഴുങ്ങിയത് ഇറച്ചി മേടിച്ചു കൊടുത്തടാ. നിന്റെ കിഴങ്ങ് ഇറച്ചി ഞാൻ നിന്റെ പട്ടിക്ക് തിന്നാൻ കൊടുക്കൂടാ. എന്നാ നീ ചമ്മും. എന്റെ പട്ടി വെജിറ്റേറിയനാ, പേര് സലാഡ്. ഞാൻ ചമ്മുന്നതിന് മുമ്പ് നീ ചാകൂടാ. അത് ശരി, മുയലിറച്ചിയാണെന്ന് പറഞ്ഞോണ്ട് നീ എന്നെ സ്പോഞ്ച് തീറ്റിക്കൂല. നീ തന്നെ കുറ്റമല്ലയോ? ഇപ്പൊ ഈ ഗ്യാപ്പ് ഇവിടെ അങ്ങ് ഫില്ല് ചെയ്തേക്കാം. ഏതായാലും ഏതെങ്കിലും ഒരു തന്നെ ഇവിടെ കൊണ്ട് കിളത്തും. കുത്തിയോടാ, കുത്തിയാ. വാവച്ചനല്ല ഈ നിൽക്കുന്നത്, തീറ്റിപ്പണ്ടാരവാ. മനസ്സിലായ? നീ നേരത്തെ പറഞ്ഞില്ലേടി കഞ്ഞിവെള്ളം നിങ്ങൾ കുടിച്ചിട്ട് ചോറടിച്ച് തരുമെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ തീറ്റിപ്പണ്ടാരാന്ന്. ആളിയാ പറഞ്ഞപ്പോഴാ നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മനസ്സിലായോ? മലയാളം നിഘണ്ടു. അതെയാ മുയലിറച്ചി തീറ്റി പോയെങ്കിലും ഇപ്പൊ അടിച്ചപ്പോ തന്നെ ടച്ചിങ്സ് ഉണക്കമീൻ അത് കിടക്കി. എടാ അത് ഉണക്കമീനല്ല, നീ എന്റെ കുടിവെള്ളം അടിച്ചു പറിച്ചത്. രണ്ടു കൂടി ഇവിടെ കിടന്ന് കള്ളു കുടിച്ചിട്ട് കൂത്താടാനാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. നീ ഇവിടുന്ന് പോവാൻ വേണ്ടിയാണ് ഞാൻ ഈ കള്ളു കുടിക്കുന്നത്. എടാ വാവച്ച, നിനക്ക് ഓടക്കുള്ളിൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ അച്ഛൻ പട്ടിണി കിടന്നാടാ നിന്നെ ഓടക്കുള്ളിൽ പഠിപ്പിച്ചത്. പട്ടിണത് പഠിപ്പിച്ച് എന്നിട്ട് ഞാൻ ആ ഓടക്കുള്ളിൽ വായിച്ച് കാശുണ്ടാക്കിയപ്പോ അങ്ങേർക്ക് കൊടുക്കാതിരിക്കാൻ ആ ഓടക്കുള്ളിൽ തന്നെ ഞാൻ ആ കാശ് സൂക്ഷിച്ചത്. അതിന് അങ്ങനെ നാട്ടുകാരൊക്കെ പറഞ്ഞാണെന്ന് എന്താ എന്റെ ഈ കുഴൽപ്പണം ഉണ്ടെന്ന്. ആ കേസിലാണ് ഞാൻ അകത്തായത്. എനിക്ക് ഒഫീഷ്യൽ നെയിം ഉണ്ട്, ചെല്ലൻ. അങ്ങനെ എന്നെ വിളിച്ചാൽ മതി. അറിയാ ചെല്ലൻ ഓർമ്മ കൂടി വിളിക്കളിയാ. ചെല്ലനായാലും പുല്ലനായാലും സാധനം തീർന്നു. എന്നാ മര്യാദ കേട്ട വർത്താനം. സാധനം തീർന്നെന്ന് അടിക്കാൻ എനിക്ക് കിട്ടില്ല. എന്റെ സ്വഭാവം മാറും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. മതിയടി വരച്ചത്, അല്ല ഈ നൈറ്റ് കത്തും. എനിക്ക് അടിക്കാൻ കിട്ടില്ല. നിങ്ങളെ ചെവിക്കൽ നോക്കി അടിക്കും. നീ അടിച്ചാ ഞാൻ ഇനിയും തടയും. ഏത് കൈ കൊണ്ട് തടയും? ഈ കൈ കൊണ്ട് തടയും. കേറി പിടിക്കണി കയ്യേല്. ഈ കൈ ചുമ്മാ വെച്ചേക്ക് വന്നോളാം. ഞാൻ പിടിക്കും. സോറി എന്റെ അളിയ അറിയാതെ പറ്റിപ്പോയത്. അളിയ എന്നോടൊന്ന് ക്ഷമിക്ക്. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ച്. 2 കൈയിൽ കൂട്ടി പിടിച്ചോടി. ഓട്ടിരിക്കാതെ 100-ലും 108-ലും വിളിക്കണി. 100-ൽ എനിക്ക് പോകാനും 108 ഇവിടെ കൊണ്ടുപോകാൻ. കടിച്ചു പറിക്കൂടാ, കഴുത്തിയെ കടിക്കൂടാ. 100 വിളിക്കണോ 108 വിളിക്കണോ? രണ്ടുകൂടെ ചേർത്ത് 208 വിളിച്ചാലോ? കുത്തിയാ. അപ്പൊ എന്റെ ആങ്ങളെ കൊണ്ടുപോവാൻ 100 തന്നെ വിളിക്കാം. നീ ആദ്യം 108 വിളിക്കണി. ഇപ്പൊ മനസ്സിലായല്ലോ. ചെല്ലം കുത്തിയാ കത്തി കുത്തിയെടുത്ത് തന്നെ ഇരിക്കും. പക്ഷെ ഞാൻ കുത്തിയാ ചെല്ലം കുത്തിയിരിക്കുന്നിടത്ത് തന്നെ കത്തിയിരിക്കും. ഒന്നും പറയാനില്ലടി, ഇനി കാണാനേ ഉള്ളു. നോക്കി നിൽക്കാതെ 108 വിളിക്കണി. വാവച്ചനല്ല, ഒഫീഷ്യൽ നെയിം ചെല്ലൻ. ഹലോ, എനിക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടം. ആരാ ഈ സ്ക്രിപ്റ്റ്സ് എഴുതുന്നത്? ഒരു കണ്ടന്റ് കൊണ്ടുവരും, പിന്നെ അത് നിതീഷ് അത് കൃത്യമായി അത് കണക്ഷൻ ഇട്ട് സെറ്റ് ചെയ്ത് തരും. എനിക്ക് ഈ സനീഷേട്ടന്റെയും ചേച്ചിയുടെ സ്കിറ്റുകളിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്താ അറിയാമോ? ഇവർക്കിനി വീട്ടിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അറിയില്ല, ഇവരുടെ സ്കിറ്റുകളിലെല്ലാം ഫ്ലോറിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിന്റെ അച്ഛൻ വാഴ, എന്താ നിന്റെ അച്ഛൻ തേങ്ങ.
ശരിക്കും ഭാര്യ ഭർത്താവായിരുന്നു. അയ്യോ, ആണ്. അറിയില്ലല്ലേ? എനിക്കറിയില്ലായിരുന്നു. കുഴപ്പമില്ല. നിന്നെ പോലെ കാണുന്ന പ്രേക്ഷകർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഞാൻ അവരെ കറക്റ്റ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെ ചേർത്ത് നിർത്താം. ഞങ്ങളല്ല, ദാ. ഇവരാണ് ഒന്ന്. ഞങ്ങൾ ഇവിടെ പോലെ പണ്ട് പോലെ ഇങ്ങനെ മൂന്ന് ആൾക്കാരാണ്. നാടൻ തമാശ, നാടൻ കൗണ്ടർ കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കൗണ്ടുകളും നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ചിരി എത്രത്തോളം ബാറ്ററിയിൽ റിഫ്ലക്ട് ചെയ്തു എന്നുള്ളത് നോക്കണ്ടേ? നോക്കണം. ചാർജ് കയറിയോ നോക്കാം. പിന്നെ ഇനി സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് ഞാൻ കൂടി വിചാരിക്കണമല്ലേ. കാര്യങ്ങളൊക്കെ ഇത്ര ആയ സ്ഥിതിക്ക് ചേച്ചി ആ 50,000 റുപ്പീസ് ഒന്ന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. Superb. 50,000 രൂപ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അടിച്ചു പൊളിക്ക. ഇനിയും ശക്തമായിട്ട് തിരിച്ചു വരാം. ചേച്ചി, അടുത്ത വരാൻ പോകുന്ന 2 പുതുമുഖങ്ങളാണ്. അതും ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന്. പുതിയ ആൾക്കാർക്ക് കോമഡി മാസ്റ്റേഴ്സ് നല്ല സപ്പോർട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പം ഈ സ്കിറ്റിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ചിരിയാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ താരങ്ങളെ സ്വാഗതം ചെയ്യാം. ബിനാസ് ആൻഡ് രാജേഷ്. ആ ഡോക്ടറെ, ഞാൻ കുട്ടൻ. ഞാൻ ഇട്ടിച്ചൻ കയറ്റി. ആരിട്ടിച്ച് കയറ്റിയെന്ന്? ആരെ ഇടിച്ചു കയറ്റിയെന്നല്ല, എന്റെ പേരാണ് പറഞ്ഞത്. ഇട്ടിച്ചൻ കയറ്റിയെന്ന്. ഒ പി എടുത്തോ. ഇന്നലെ അടിച്ചതിന്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല. നീ കൂച്ചാന്റെ കാശല്ല ഞാൻ ചോദിച്ചത്. പിന്നെ OP ടിക്കറ്റ് എടുത്താന്ന്. OP ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്ത്. അപ്പൊ നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറ. എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഭയങ്കര വിരശല്യം. ഈ വിരശല്യം ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഇന്നലെ രാവിലെ ഞാൻ മൂത്രമൊഴിച്ചപ്പോണ്ടല്ലോ മഞ്ഞ കളറ്. അപ്പൊ മഞ്ഞക്കാമല. ഇന്ന് രാവിലെ ഞാൻ മൂത്രമൊഴിച്ചപ്പോ ചുവപ്പ് കളറ്. അപ്പൊ രക്തകാമല അല്ലേ? അല്ല, നീ ഇങ്ങോട്ട് വന്നാണ് നോക്ക. മൂത്രത്തിൽ കല്ലിന്റെ അസ്കിതയുണ്ട്. വെറും കല്ലല്ല, താബൂക്ക് കല്ല്. ഡോക്ടർ എങ്ങനെ മനസ്സിലാക്കി? അണ്ട് ഇവിടെ താബൂക്ക് അടുക്കിയിട്ടേക്കണേ. ആ കയ്യങ്ങ് മാറ്റിക്കാണ്. എന്റെ കൊച്ചിന് വാങ്ങിച്ച കപ്പലണ്ടി മുട്ടായാണിത്. ഇത് എന്റെ കൊച്ചിന് കൊടുത്താൽ എന്തേലും അങ്ങോട്ട് ഇറങ്ങൂലി. ഇങ്ങ ബാ. ഇവിടെ വേദന ഉണ്ടാ? അവിടെ വേദന ഉണ്ട്. ഈ സൈഡിലാ? അവിടെ വേദന ഉണ്ട്. അപ്പൊ എര പെരുത്തുപോയി തന്നെ. ഈ വിരയ്ക്ക് എന്തെങ്കിലും മരുന്നുണ്ട് ഡോക്ടറെ? ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച മരുന്നാണ്. വേറെ ആരെ കയ്യിലും ഇല്ല. വിദേശികൾ ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കൂല. അതായത് വടക്കം പോയില്ലേ തുണി എഴുവണ ബാറ് സോപ്പില്ലേ, അതും കൂടെ പച്ചവെള്ളത്തിൽ ഇട്ട് കലക്കണം. നല്ലപോലെ കലക്കിട്ട് സ്ട്രോ ഇട്ട് കുടിയടാ. അപ്പൊ വേറെ ശല്യം മാറോ? അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ ശല്യം തീരും. ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. നീ ഇന്നലെ അവിടെ ലാബിൽ പോയിട്ട് എന്തൊരു പ്രശ്നങ്ങളോ? അങ്ങനെ ചോദിക്ക്. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോഴേ അവരെന്റെ അടുത്ത് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വരുമ്പോ പെരുമ്പയറാറ്റ് വരായി. ഞാൻ 1 കിലോ പെരുമ്പയറാറ്റൊക്കെ ചെന്ന്. എങ്ങനെ ഈ ചെണ്? എടാ വെണ്ടമണിയാ, പെരുമ്പയറുമായിട്ട് ചെല്ലാനല്ല പറഞ്ഞ, പിന്നെ വെറും വയറുമായിട്ട് ചെല്ലായി. നിന്റെ ശരീരത്തിലൊക്കെ എന്തോ ചുമന്ന പാടുകളുണ്ട്. ദാണ്ട മുഖത്ത്, കയ്യിലൊക്കെ പാടുകളുണ്ട്. തക്കാളിപ്പനിയാണോന്ന്? ആ ഡോക്ടറെ, തക്കാളിപ്പനി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എളുപ്പമല്ലേ. നമ്മളൊരു കടയിൽ കയറിയിട്ട് ആവശ്യമുള്ള തക്കാളി വാങ്ങിക്കണം. എന്നിട്ട് എന്താ ഈ ചെറിയ ഉള്ളി എടുക്കല്ലേ, വലിയ സവാള എടുത്ത് കണ്ടിക്കണം. കണ്ടിച്ചിട്ട് നമ്മൾ ഈ ഫ്രൈ പാനിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഞാനേ തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതല്ല ചോദിച്ചത്, തക്കാളിപ്പനി എങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാൻ ചോദിച്ചത്. നിനക്കിപ്പോ തക്കാളിപ്പനി ഉണ്ടാ? എനിക്ക് തക്കാളിപ്പനിയൊന്നും ഇല്ല. അപ്പൊ അത് വീട്. പിന്നെ എന്റെ കണ്ണിൽ ചെറിയൊരു കുഴപ്പമുണ്ട്, ഭയങ്കര വേദന. കാഴ്ചയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്കിയോ ഡോക്ടറെ? ഇപ്പൊ ഞാൻ നോക്കാം. ഓ, വളരെ കോംപ്ലിക്കേഷൻ ആണ് ഈ സാധനം. എന്താ പറ്റി ഡോക്ടർ? നിനക്ക് കൃഷ്ണമണി ഇല്ല, അതുകൊണ്ട് മേലി കയറിയിരിക്കുന്നത്. എന്തായാലും ഉണ്ടാക്കാൻ താഴോട്ട് നോക്കടാ. എടാ, നിന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാന്നല്ലേ നോക്കണ്ടേ? നീ എന്നെ നോക്ക്. നീ എവിടെയെങ്കിലും പോയി നിന്നാലാ? എന്നെ തന്നെ നോക്ക്, സൂക്ഷിച്ചു നോക്ക്. പേടിച്ചാ? പേടിച്ച്. അപ്പൊ നിനക്ക് കണ്ണ് കാണാം. കാരണം കാഴ്ച ഉള്ളവർക്ക് ഈ മുഖം കാണുമ്പോ പേടിയാവും. എനിക്കിപ്പോ ചെറിയൊരു സംശയമുണ്ട്. എന്താണ്? നിങ്ങൾ നല്ല ഡോക്ടർ തന്നെ? അല്ല, നിനക്ക് നല്ല ഡോക്ടറെ അഴുക്ക ഡോക്ടറെ തിരിച്ചറിയാൻ പറ്റൂ? ഇല്ല. പക്ഷെ എനിക്ക് പറ്റും. എങ്ങനെ? അതായത് നല്ല ഡോക്ടർ എന്ന് വെച്ചാ കാറിൽ സ്റ്റിക്കർ കാണൂല. അഴുക്ക് ഡോക്ടർ ആണെങ്കിൽ കാറിന് മറ്റേ സ്റ്റിക്കർ കാണും. ഞാൻ ചോദിച്ചോട്ടെ, ആ തിരിച്ചല്ലേ പറയേണ്ടത്? അല്ല, നീ സ്റ്റിക്കർ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇല്ല.
ആ അതാണ് എടാ ഒരു കമ്പ് ഇങ്ങനെ നിന്നിട്ട് രണ്ട് പാമ്പുകൾ ഇങ്ങനെ പെനഞ്ഞിരിക്കും. അപ്പൊ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ പാമ്പിനെ പെനവ് മാറ്റി നൂത്ത് വിടൂലേ? അത് ശരിയാണ്. ആ ഇത്രയും വർഷം കൊണ്ട് ഇത് വെച്ചോണ്ട് നിക്കല്ലേ. ഞാനും മെഡിക്കൽ സയൻസും തമ്മിൽ ഇപ്പൊ അടിയുടെ വക്കിലാണ്. നിനക്കെല്ലാം കുട്ടികളി കുട്ടാ. പേടിയുണ്ടാടാ? പേടിയുണ്ട് ഡോക്ടറെ. എന്തിനു പേടിക്കണ? ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാവും. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓപ്പറേഷന് സിനിമയെന്ന് വെച്ചാൽ വളരെ ബന്ധമുള്ള കേസല്ലേ? അതെങ്ങനെയാണ്? എടാ രണ്ട് നടക്കുന്ന തിയേറ്ററിലല്ലേ ഓപ്പറേഷൻ കഥയുണ്ടോ? എടേ ഞാൻ നിന്നെ ഓപ്പറേഷൻ ചെയ്ത് നീ കാഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു കഥയായില്ലേ? അപ്പൊ സ്റ്റണ്ട് ഉണ്ടോ? നിന്റെ കൂട്ടിരിപ്പാർ ഇവിടെ മൊത്തം പേരില്ലേ? ഉണ്ട്. അവരെല്ലാം കൂടെ കയറി വന്ന് എന്നെ വാരി പറക്കിട്ട് അലക്കൂലേ? അപ്പൊ അത് സ്റ്റണ്ട് ആയില്ലേ? മനസ്സിലായ? പക്ഷെ എനിക്ക് ഇതിലൊന്നും പേടിയില്ല. എനിക്കാരെയും പേടിയില്ല. അതുകൊണ്ട് എന്തിനു ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യും. പക്ഷേ വയറ്റിലായി വിരശല്യം ആയതുകൊണ്ടേ 10 മണിക്കൂർ വേണം. നിങ്ങൾ ഇത് എന്തിനാണ് പറയണത്? നമ്മളെ എറണാകുളത്തെ മരട് ഫ്ലാറ്റ് വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഭൂമിക്കടിയിൽ പോയത്. പിന്നെയാണ് ഈ ചെറിയ ഓപ്പറേഷൻ 10 മണിക്കൂർ. ആ ഫ്ലാറ്റ് എവിടെ പോയത്? ഭൂമിക്കടിയിലോട്ട്. നിനക്ക് ഭൂമിക്കടിയിൽ പോണോ ജീവിക്കണോ? എനിക്ക് ജീവിക്കണം ഡോക്ടറെ. അപ്പൊ പിന്നെ ഞാൻ പറയണൊക്കെ കേക്കണം. മനസ്സിലായ? പിന്നെ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാലേ എന്നെ വാർഡിൽ കിടത്തോ അതും IC കൊണ്ട് കിടത്തോ? നിന്നെ ചെതേ കിടത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സൈലൻസ്, സൈലൻസ്. അതിനിവിടെ വേറെ ആരും ഇല്ലല്ലോ ഡോക്ടറെ. ഞാനും നീയും കൂടെ ഇവിടെ കിടന്ന് അലക്കല്ലേ? പിന്നെ അങ്ങോട്ട് നോക്കണം ഡോക്ടറെ. അങ്ങോട്ട് കണ്ടോ? ആ OP ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഭയങ്കര ക്യൂ. അതെന്തിനാണ് ആ ക്യൂ? പെട്ടല്ലോ നാദാ. മറ കൗണ്ടറില്ലാത്ത ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ലോകത്തൂടെ പോണ എല്ലാ ഏണിയും പിടിച്ച് ഞാൻ തലേ വെക്കണോണ്ട് എനിക്കതൊരു പ്രശ്നമല്ല. നീ അങ്ങോട്ട് നോക്കിയാണ് അവിടെ എഴുതിയേക്കണ വായിരി. കൗണ്ടർ 1. അപ്പുറത്തോ? കൗണ്ടർ 2. അതിന്റെ അപ്പുറത്തോ? കൗണ്ടർ 3. അപ്പൊ ഒറ്റ ചോദ്യത്തിൽ 3 കൗണ്ടർ കിട്ടിയില്ലേ? വെച്ചാണത്ത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടാ. ഈ ആശുപത്രി വളരെ മോശമാണ്. കത്രിയാക്കി പൊക്കിളൂത്തി ഞാൻ അകത്തിടും. ഞാൻ പറയരുത്. നിങ്ങൾ ഇത് എന്തിനാണ് പറയണത്? ഞാനൊരു കാര്യം പറഞ്ഞില്ല. ഇവിടെ ഒരാള് കയ്യോ കാലോ ഒടിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തിന് എക്സ്റേ എടുക്കണം? ബാൻഡേജ് ചുറ്റങ്ങ് വിട്ടാ പോരെ? അപ്പൊ നിനക്ക് എന്തിനാണ് എക്സ്റേ എടുക്കണേന്ന് അറിയണം. എനിക്ക് അറിയണം. ഞാൻ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോവൂ. നീ കൊണ്ടിട്ടേ പോവുള്ളൂ. ആ കൈയൊന്ന് നീട്ടു. അയ്യോ എന്റെ കൈ ഒടിഞ്ഞു. എന്റെ കൈ ഒടിഞ്ഞു. ഇല്ല ഒടിഞ്ഞില്ല. എന്റെ കൈ ഒടിഞ്ഞു. ഒടിഞ്ഞില്ല. സംശയം എക്സ്റേ എടുത്ത് നോക്കിയാണ്. എങ്ങനാ? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്റേ എടുത്ത് നോക്ക്. ഈ സംശയം എനിക്ക് വരാതിരിക്കാനാണ് ഞാൻ എക്സ്റേ എടുക്കാൻ പറയണ. മനസ്സിലായ? എന്തോ ഒരു ടൈമിങ്. വിരളി തൊട്ടില്ലല്ലോ ഞാൻ. നിന്റെ പേടി മാറിയാ? പേടി മാറി. നിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യട്ടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരയിലോട്ട് കയറിയാലോ? പെരയിലോട്ടാ? കൈയൊക്കെ വിരിവിരി വരണം. ഓപ്പറേഷൻ റൂമിലോട്ട് പോയാലോ? ആ മക്കള് വല്ല ഉണ്ടാടേ നിനക്ക്? ഈ സമയത്ത് എന്തിനാണ് ഡോക്ടറെ ആ മക്കള്? ഞാനാണല്ലോ നിന്റെ ഓപ്പറേഷൻ നടത്തണത്. അപ്പൊ ഈ ആമക്കൾ ഇല്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മം കൂടി ഞാൻ തന്നെ ചെയ്യണ്ടേ? ഡോക്ടറെ വെറും ഡോക്ടർ അല്ല, ഇട്ടിച്ചാൻ കേറ്റി. നല്ലൊരു സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ രാജേഷ് ഏട്ടാ ആൻഡ് ബിനാസ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് രണ്ടുപേരും വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനെയാ? എന്റെ വീട്ടിനടുത്താണ്. ശരിക്കും എത്ര വയസ്സുണ്ട് ബിനാസ് ചേട്ടന്? 31. ബിനാസ്, കാരണം ഈ പ്രായം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചേട്ടാന്ന് വിളിക്കണോ അളിയാന്ന്? രാജശ്രീ ഉണ്ടല്ലോ, അതായത് നമ്മളെ ട്രിവാൻഡ്രത്തെ ഫേമസ് ട്രൂപ്പാണ് സരിക. സരികയിൽ വർഷം മുമ്പ് തങ്കച്ചേന കളിക്കുമ്പോഴേ ആക്ഷൻ കോമഡിയുടെ ഉസ്താദാണ്. അതായത് അളിയൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓരോ വേഷങ്ങൾ കെട്ടി വിടും. ജനം ചിരിച്ചു മരിക്കുമായിരുന്നു. ഇനി ഞങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരമാണ് അല്ലേ? അപ്പൊ ഇനി ഇവിടെ വരാം. ഇനിയും ഒരുപാട് പെർഫോമൻസ് ഞങ്ങൾക്ക് തരാം. ഇവരുടെ ഈ ഒരു പെർഫോമൻസിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. 8,000 rupees ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, ഇവിടെ വന്നപ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയൂ. ഇവിടെ വന്നപ്പം ഞാൻ വേറെ ചാനലിലൊക്കെ കളിച്ചതാണ്. പക്ഷെ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരു ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലേ? ഇവിടെ നിൽക്കുന്ന ഓഡിയൻസ് ആയാലും ആങ്കേഴ്സ് ആയാലും ആരായാലും ഇവിടത്തെ ഇങ്ങേറ്റം ഇവിടെ നമുക്ക് ചോറ് വിളമ്പി തരുന്ന ചേച്ചിമാരുൾപ്പെടെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കംഫർട്ട് കിട്ടിയില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ 50 അടിക്കും. അതാണ് ഈ പറയണത്. ഇതൊരു പ്രാക്ടീസ് ആയിട്ട് നോക്കിയാൽ മതി. ഒരു വാം അപ്പ് അത്രേ ഉള്ളൂ. വാം അപ്പിന് നമ്മൾ 8,000 രൂപ. അതെ. ഇനി പെർഫോമൻസിന് 50,000 രൂപ. അങ്ങനെയാണ് നമ്മളിവിടെ. ഓക്കെ ശരി. അപ്പൊ ചേച്ചി യെസ് പ്ലീസ് ട്രാൻസ്ഫർ. അപ്പൊ എന്തായാലും രാജേഷേടാ അടിപൊളിയായിട്ട് തിരിച്ചു വരും. 50,000 രൂപ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകും. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.
ഓക്കെ, അപ്പൊ എന്തായാലും വൈഷ്ണവി ആയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. വൈഷ്ണവിയുടെ കരച്ചിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പക്ഷെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല. എങ്കിൽ നമ്മൾ ഈ വേദിയിൽ ഇപ്പൊ നമ്മൾ വൈഷ്ണവിയുടെ പെർഫോമൻസ് കാണാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് കരഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് ആ ഒരു കലാകാരിക്ക് അതിൻ്റെതായ ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് ഞാൻ കണ്ടതാണ്. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആ ചിരിച്ച മുഖമാണ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ. പെർഫോമൻസ് ഞങ്ങൾക്ക് കാണണം. ഞാനൊരു പെർഫോമൻസ് കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും എന്നെ ആകാനാണ് ആഗ്രഹം? അതായത് ഒരു നടിയാവണം, കലാകാരി ആവണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്കിപ്പോ കലോത്സവം കഴിഞ്ഞപ്പോ DG എന്ന് പറയുന്ന IAS ഓഫീസറാണ്. അപ്പൊ ആ സാറിന്റെ ഇടപെടലൊക്കെ കണ്ടപ്പോ എനിക്കും ഒരു IAS ഓഫീസറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കഴിഞ്ഞപ്പോഴും ചോദ്യങ്ങൾ ബോൾഡായിരുന്നു ചേച്ചി. പലരും കരഞ്ഞു മാറിയുള്ളൂ, പ്രതികരിക്കില്ല. മോൾക്ക് ഇപ്പം അപ്പീൽ കിട്ടാത്തോണ്ട് ഫൈനൽ സ്റ്റേജ് മോൾക്ക് കിട്ടിയില്ലല്ലോ. പക്ഷെ അതിന്റെ ഇരട്ടി പ്രേക്ഷകർ കാണുന്ന ഒരു വേദിയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ കലയോടൊപ്പം തന്നെ പഠിത്തവും മുന്നോട്ടേക്ക് കൊണ്ടുപോവാ, ഒരു IAS ഓഫീസർ ആകാൻ സാധിക്കട്ടെ. ഓക്കെ, പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പറയൂ, പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർ ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്? പറയൂ, അടയാളങ്ങളോടെ പറയൂ. അറിഞ്ഞൂടാ ജഡ്ജിയമ്മാന്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ കുഞ്ഞിന് നിറങ്ങളെ തിരിച്ചറിയാനാവില്ല. തൊട്ടിലിൽ പാതി മയക്കത്തിലായിരുന്നു എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോണ ആളെ നോക്കി അവൾ മോണ കാട്ടി വാ പിളർന്ന് ചിരിച്ചിട്ടുണ്ടാവും. പറയണം മൈ ലോർഡ്, പൊന്തക്കാട്ടിൽ പാവ കുഞ്ഞ് ശ്വാസം മുട്ടിപ്പിടുന്നത് ഇനിയും ചോരക്കറ ഉണങ്ങിയിട്ടില്ലാത്ത ഈ കുഞ്ഞുടുപ്പിന്റെ പേരിലാണോ? നിരാലംബയായ സ്ത്രീക്ക് ഏകാശ്രയം കോടതിയാണ്. അവിടെയും സ്ത്രീ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു. ഇനിയും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഈ കോടതിയുടെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും. വേണ്ട, ഞങ്ങൾക്ക് നീതി വേണ്ട, ഞങ്ങൾക്ക് നീതി വേണ്ട. തോൽക്കരുത്, പൊരുതണം, മരണം വരെ പൊരുതണം. മനുഷ്യകുലത്തിൽ പിറന്ന പെണ്ണുങ്ങൾ പുരുഷന്റെ കുളമ്പടി ഒച്ചകളെ വന്ന് പെറ്റുകൂട്ടാൻ വേണ്ടി മാത്രം ജീവിക്കട്ടെ. പകലും മിരളും കെട്ടിപ്പണയുന്ന നേരങ്ങളിൽ, കുളപ്പടവുകളിൽ, തീവണ്ടി മുറികളിൽ, അച്ഛന്റെ മടിത്തട്ടിൽ വരെ ബാലികമാർ മാനം കെട്ടി നിലവിളിക്കുമ്പോൾ നിങ്ങൾ നേതാക്കന്മാർക്ക് ജൈവളിക്കും. ഈ രാത്രി അർത്ഥമില്ലാത്ത കാത്തിരി പിരിയി തുടരും. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ആങ്ങളമാർ ഉണ്ടാകുന്നത് വരെ, ആങ്ങളമാർ ഉണ്ടാകുന്നത് വരെ. നേരം അവിടെ സൈലന്റ് ആയിട്ട് ആളെ അല്ലായിരുന്നു. എന്ത് രസ. അല്ല മോളെ, ഇത് ജില്ലയില് പ്രൈസ് കിട്ടിയ ഈ പെർഫോമൻസിനായിരുന്നോ? എനിക്ക് ജില്ലയിൽ പ്രൈസ് വന്നില്ല. എനിക്ക് അതുകൊണ്ട് സ്റ്റേറ്റ് കളിക്കാൻ പറ്റാന്നെ. ജില്ലയിൽ കിട്ടിയില്ലല്ലേ? അപ്പീൽ, അതാണ് അപ്പീൽ പോയതല്ലേ? ഈ സെയിം ആയിരുന്നു പരിപാടി? ഓക്കെ. അല്ല, അപ്പൊ ജില്ലയില് അപ്പീല് കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്യാത്തവർ ഇത് കാണട്ടെ, ഇത് കണ്ടിട്ട് അവർ മനസ്സിലാക്കട്ടെ. അല്ല, ഇപ്പൊ ജില്ലയല്ലല്ലോ, ഇപ്പൊ മുഴുവൻ ലോകം മുഴുവനും കണ്ടില്ല. അല്ല, അപ്പീല് നമ്മൾ എടുത്തു. അതാണ് മോളെ, ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടൂല. മോൾക്ക് അത് കിട്ടി. യെസ്, കീപ് ഫൈറ്റിംഗ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മോളെ, മോളുടെ ഗുരു ആരാ, പഠിപ്പിച്ചത് ആരാ? ഇത് അങ്കമാലിയിലുള്ള ബിജു ആലുക്കൽ എന്ന് പറഞ്ഞ സാറാണ് എന്നെ പഠിപ്പിച്ചത്. ചെറുപ്പം മുതലേ മോള് ഇങ്ങനെ പഠിക്കുന്നുണ്ടോ? അതോ +1 തൊട്ടാണ് മോണോ ആക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ സാറ് വീട്ടിൽ വന്ന് പഠിപ്പിക്കായിരുന്നു. എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ ഒരുമിച്ച് എല്ലാരും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഇപ്പോ ഒരു ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ സെഗ്മെന്റ് ആണ്. ചെറുതാണെങ്കിൽ വലിയ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ദ മെയിൻ ഈസ് വൈഷ്ണവി. Hey!
നമ്മുടെ ഫ്യൂച്ചർ കലാകാരിക്ക് ഇനിയും ഇതുപോലെ തന്നെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അതെ, അല്ല ഒന്ന് ആലോചിച്ച് ഇത് വേറൊരു നോക്കിയേ. മൊമെന്റ് ആയിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്റ്റേജിൽ കയറാൻ പറ്റാതെ വിഷമിച്ച് കരഞ്ഞു നിന്ന ഒരു മോക്ക് ഒരു വലിയ ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റി. മോളുടെ പ്രവൃത്തിയിൽ മോളുടെ കലയിൽ ഒരു നന്മയുള്ളതുകൊണ്ടാണ് മോക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അതിൽ ഒരുപാട് സന്തോഷം, അതിൽ ഭാഗമായി നമുക്ക് കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം മോളെ. അതുപോലെ തന്നെ വൈഷ്ണവി ഏറ്റവും കൂടുതൽ വൈറലായി കരച്ചിലാന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ ഈ സന്തോഷത്തിൽ ഇനി എന്താണ് പറയാനുള്ളതെന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആ മൊമെന്റിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ വിഷമത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ എന്നിലൂടെ കണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത് അവർക്കൊക്കെ ഒരു പ്രചോദനമാകണം. അതായത് ഇങ്ങനെ ഓരോരുത്തരെ കാരണം ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നവർക്കൊക്കെ അവരിങ്ങനെ ഇനി പ്രതികരിക്കണം അവര്, എന്നാലേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ. അപ്പൊ കരഞ്ഞത് മാത്രമല്ല നമ്മൾ വൈറലാക്കുക, അതാ ഈ പെർഫോമൻസും ഈ ചിരിയും ഇനി അങ്ങോട്ടേക്ക് വൈറലാവും. വൈഷ്ണവി മാത്രമല്ല, നിങ്ങൾ എല്ലാരും കിടിലമായിരുന്നു, കിടിലം പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളാണ് ഇനി ഞങ്ങളുടെ ഫ്യൂച്ചർ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.